കേരളത്തിൽ ബി.ജെ.പി. ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തുറന്നു. വലിയൊരു സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. വളരെ പ്രധാനപ്പെട്ട ഓഫീസാണ്. ആ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ, അത് ഗ്രൗണ്ട് ഫ്ലോർ പറഞ്ഞാൽ സെല്ലാറിലല്ല, സെല്ലാറിൽ 2 ഫ്ലോറുണ്ട്, അതല്ല 2 നിലയുണ്ട്. അല്ലാതെ നമ്മൾ നേരെ വാഹനവുമായി കാറും അല്ലെങ്കിൽ സ്കൂട്ടറുമായിട്ടൊക്കെ നേരെ ചെല്ലുമ്പോൾ കയറുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യം കാണുന്ന റിസപ്ഷനാണ്. അത് കഴിഞ്ഞൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഞാനത് പറയാനാണ് പറഞ്ഞത്. ഈ ഹെൽപ്പ് ഡെസ്ക് നേരത്തെ 14 ജില്ലകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 33 ജില്ലകളിലുണ്ട്. ജനങ്ങളിത് അറിയണം. ഈ 33 അത് കാരണം അവരുടെ ജില്ലകളായി അവർ തിരിച്ചിട്ടുണ്ട്. 14നെ അവർ 28, 33 സ്ഥലങ്ങളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അവർ ഒരു ജില്ലയെ തന്നെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് അവരുടെ ജില്ലാ സംവിധാനം ഒന്ന്. അപ്പോൾ 33 ജില്ലകളായിട്ട് അവർ തിരിച്ച്, ഒരു പ്രവർത്തന ജില്ലയാണ് ബി.ജെ.പിയുടെ. അങ്ങനെയുള്ള 33 സ്ഥലങ്ങളിലും അവർ വളരെ മനോഹരമായ രീതിയിൽ ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നിട്ടുണ്ട്. ഇത് ബി.ജെ.പി. ഓഫീസിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർജി ശ്രദ്ധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഭാരവാഹികൾ ഇത് ശ്രദ്ധിക്കും, സംസ്ഥാന കമ്മിറ്റി ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതെന്തുകൊണ്ടൊരു സ്വതന്ത്രമായ സ്ഥാപനത്തിലേക്ക് മാറ്റി വെച്ചുകൂടാ? കാരണം കടുകട്ടി ബി.ജെ.പിക്കാരല്ലാത്തവരും വന്ന് ഈ സേവനം ഉപയോഗിക്കട്ടെ, ഗവൺമെൻറ്റിൻ്റെ അല്ലേ. ഇനി അവരങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നാളെ ബി.ജെ.പിക്ക് ഒരു വോട്ടെങ്കിലും ചെയ്യട്ടെ. പക്ഷേ എന്തായാലും ബി.ജെ.പി. ഓഫീസിലാണ് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പല സ്ത്രീകളും, വിവിധ മതത്തിൽപ്പെട്ട സ്ത്രീകൾ, ജാതിയിൽപ്പെട്ട സ്ത്രീകൾ, മറ്റ് പാർട്ടിയിൽ കടുകട്ടി വിശ്വാസികൾ ചിലപ്പോൾ ബി.ജെ.പി. ഓഫീസിൽ പോയി എങ്ങനെയാണ് ഇതിൽ പറയുക എന്നൊരു സംശയമുണ്ട്. എന്നാലും നല്ല തിരക്കുണ്ട്. നിങ്ങൾക്ക് അവിടെ 24/7 തിരക്കുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും ഈ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അവിടെ നിന്ന് വലിയ സേവനങ്ങളാണ് കിട്ടുന്നത്. ഇപ്പോൾ മുദ്രാ ലോണിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളെ സംബന്ധിക്കുന്ന സംശയങ്ങൾ, അതുപോലെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ NRI വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള വിസ, പാസ്പോർട്ട്, അവർ ജയിലിൽ കിടക്കുന്നത്, ഇങ്ങനെ 100,000 പ്രശ്നമുണ്ട്. അതുപോലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്, മറ്റ് വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി പഠിക്കുന്നവരുടെ അവരുടെ പ്രശ്നങ്ങൾ, ധാരാളം കേന്ദ്ര ഗവൺമെൻറ് സ്കീമുകൾ, ഇതെല്ലാത്തിനെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല പരിഹാരമുണ്ടാക്കാനും ഹെൽപ്പ് ഡെസ്കിലൂടെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് മനോഹരമായ ഒരു സംവിധാനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും, ഗ്രാമപഞ്ചായത്തിലും ആരംഭിക്കേണ്ടതിന് അക്ഷയ പോലെ അല്ലെങ്കിൽ ജനസേവന കേന്ദ്ര പോലെ ഹെൽപ്പ് ഡെസ്കുകൾ, ബി.ജെ.പി. ഹെൽപ്പ് ഡെസ്കുകൾ എല്ലാ പഞ്ചായത്തിലും വരേണ്ടതാണ്. പെട്ടെന്ന് ആളുകൾക്ക് പോയി അതിനകത്ത് ചെയ്യാൻ പറ്റും. മറ്റൊരു രീതിയിൽ ആലോചിക്കാം. വേണമെങ്കിൽ ഇത് അക്ഷയവുമായിട്ടും ജനസേവന ഓൺലൈനിലുള്ള സംവിധാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാം. ജനസേവന കേന്ദ്രം, അക്ഷയ പോലെയൊക്കെ ഇത് ബന്ധിപ്പിക്കാം. ഒരു വലിയ സംവിധാനത്തിലേക്ക് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ഡെസ്ക് വലിയൊരു സൗകര്യമാണ്. ഒരുപാട് ആളുകൾ അവിടെ പോയി ഇത് സൗകര്യം നേടുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിലർക്കൊരു ചമ്മലുള്ളത്, ബി.ജെ.പി. ഓഫീസിൽ പോയി ഇതങ്ങനെ ചെയ്യും എന്നുള്ളൊരു ചമ്മലുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ട്. എന്നോട് ചിലർ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ബി.ജെ.പി. ഓഫീസിൽ പോയി ആരെങ്കിലും കണ്ടാൽ എവിടെ പോയി ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ ബി.ജെ.പി. ഓഫീസിലെന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്തായാലും മാറും. എന്തായാലും നിങ്ങളത് ആരും അങ്ങനെ ചമ്മണ്ട. അവിടെ ഇത് വേറെ സംവിധാനമാണ്. ആരും ബി.ജെ.പി. ചേരുന്ന സംവിധാനം അല്ലല്ലോ. അവിടെ ചെന്ന് നമ്മുടെ ഒരു സംവിധാനം ഉപയോഗിച്ചാൽ, അപ്പോൾ തീർച്ചയായിട്ടും കമ്പ്യൂട്ടറൈസ് ചെയ്തുള്ള ഓൺലൈൻ സംവിധാനമാണ്. അത് നമുക്ക് ഒരുപാട് സഹായം കിട്ടുന്നൊരു സംവിധാനമാണ്. മുദ്രാ ലോൺ പോലുള്ള കാര്യങ്ങൾക്ക് ജാമ്യം വേണ്ട, ഷുവർട്ടി കൊടുക്കേണ്ട, ഒരുപാട്. പിന്നെ തൊഴിലുറപ്പിൻ്റെ കാര്യങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആവാസ് യോജന കാര്യങ്ങൾ, ഒരുപാട് പദ്ധതികളുണ്ട്. ന്യൂനപക്ഷത്തിന് മന്ത്രാലയം, കൃഷി മന്ത്രാലയം, മത്സ്യബന്ധനത്തിൻ്റെ മന്ത്രാലയം, അങ്ങനെ ഓരോ മന്ത്രാലയം, വനിതാ മന്ത്രാലയം, ശിശുക്ഷേമം, ഇവരെല്ലാം 100 കണക്കിന് പദ്ധതികളുണ്ട്. അതെങ്ങനെ കിട്ടും? പിന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡുണ്ട്, കിസാൻ പിന്നെ സമ്മാൻ നിധിയുണ്ട്, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ അത് അറിയാനായിട്ടും അത് നമുക്ക് കിട്ടാനായിട്ടും ഒരു വലിയ സംവിധാനമാണ്. ബി.ജെ.പി. ഓഫീസുകളിൽ 33 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ സംസ്ഥാന ഓഫീസിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന എല്ലാം കൂടി ഒരു 10-40 കേന്ദ്രങ്ങളുണ്ട്. അത് ഒന്നുകിൽ ഒരു 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മാറ്റുക ഒന്നാം ഘട്ടത്തിൽ, രണ്ടാം ഘട്ടമായി 1000-ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഇത് മാറ്റിയാൽ വളരെ മനോഹരമായൊരു ശൃംഖല തന്നെ ജനങ്ങൾക്ക് സഹായമായി കിട്ടും. എന്തായാലും ബി.ജെ.പി. വളരെ നേരത്തെ തുടങ്ങി വെച്ചൊരു സംവിധാനമാണ്. അത് മനോഹരമാണ്. അത് എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്.